ആ അങ്കദൻ അവിടുന്ന് അങ്ങോട്ട് ചാടി മതിലിൻ്റെ മുകളിൽ അങ്ങോട്ട് വന്നിരുന്നത് കണ്ടേ. ഇത്ര നേരം വീരവാടൊക്കെ പറഞ്ഞു. ആ അങ്കദനെ അങ്ങോട്ട് കണ്ടതോടുകൂടി അവർ കിട്ടുന്നതന്നെ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ആദ്യം വന്ന ആളുകൾ അങ്കദൻ്റെ വാലിൻ്റെ മുകളിൽ കിട്ടുന്ന ദിക്കിലൊക്കെ പിടിച്ചപ്പോൾ ഇതിങ്ങനെ കേൾപ്പിച്ച് അറിഞ്ഞു പല ആളുകളും. അത് കുരങ്ങൻ്റെ കഥ കഴിക്കണ ആളുകൾക്ക് സമ്മാനം ഉണ്ട് അത്ര. എന്നാ വരിക. ആ ഓരോരുത്തർ പ്രായമായിട്ടുള്ള രാക്ഷസന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലേക്ക് നല്ല പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. എവിടൊക്കെ അതാ കുരങ്ങൻ്റെ വാലിൽ പിടിക്കാൻ പോവാ. എന്നാ ഞാനെന്താ ഈ നടക്കാൻ പറ്റാത്തവനൊക്കെയാണ് വരണത്. അത്ര പ്രായമായിട്ടുണ്ട്. അവർ വലിയ സമ്മാനം കിട്ടുന്ന കേട്ടപ്പോൾ ഓടി വരിക. വന്ന് ആദ്യം വന്ന ആളുകൾ വാലിൽ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാലിൻ്റെ മുകളിലൊക്കെ സ്ഥലമില്ലാണ്ടായി. ചില ആളുകൾ അതിൻ്റെ ഇടയിൽ തിരക്കുണ്ട്. എടാ ഞാനും കൂടി ഒന്ന് പിടിക്കട്ടെ സമ്മാനം വേണമെന്ന് വിചാരിച്ചിട്ടാ. അത് കുറേ കഴിഞ്ഞപ്പോൾ വാലിൻ്റെ മുകളിലുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? എടോ എനിക്കും വേണം സമ്മാനം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, തനിക്കിപ്പോൾ പിടിക്കാൻ വാലിൻ്റെ മുകളിൽ സ്ഥലമൊന്നുമില്ല. ഞാൻ എന്തായാലും വാലിൽ പിടിച്ചിട്ടുണ്ട്. താൻ എന്നെ ഒന്ന് തൊട്ട് നിന്നാൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ട്. എടോ അതുകൊണ്ട് സമ്മാനം കിട്ടുമോ? ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ്. ചില ദിക്കിൽ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അയാളെ തൊട്ടിരിക്കുന്ന ആളുകൾക്കും ഫലം ഉണ്ടെന്നാണ് പറയുക. തൊട്ടിരുന്നാൽ മതി. ഒന്ന് തൊടണമെന്നേ ഉള്ളൂ, അയാൾക്കും ഉണ്ടോ പ്രയോജനം. അങ്ങനെ മതി അല്ലേ? അത് വേണ്ടിയിടൂ. ഈ വാലിൽ പിടിച്ച ആളുകളെ തൊട്ട് ചില ആളുകൾ നിൽക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരുവിധ ആളുകളൊക്കെ അടേ ഇനി ഞാൻ ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം അങ്ങോട്ട് കേട്ടാൽ വാലിമ്പലം ഇങ്ങോട്ട് വലിച്ച് കീഴ്പോട്ട് വലിക്കുക, തലയ്ക്ക് മുകളിൽ ചിറ്റുക, മതിലിൻ്റെ മുകളിലേക്ക് പ്രഹരിക്കുക കേട്ടോ. നീ ഇതിൻ്റെ ഇടയിൽ കള്ളപ്പണി എടുക്കരുത്. ചില ആളുകളൊക്കെ ഈ കള്ളപ്പണി എടുക്കണതിൻ്റെ ആണ് ഈ വിഷമേ. കള്ളപ്പണി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഈ രാക്ഷസന്മാർ പുറപ്പെടുന്നത്. അത് പുറപ്പെട്ട് ഒരാൾ ശബ്ദം ഉണ്ടാക്കി ശബ്ദം അങ്ങോട്ട് ഉണ്ടാക്കി അതോടുകൂടി കീഴ്പോട്ട് വലിക്കാൻ തുടങ്ങി. കീഴ്പോട്ട് ഇവർ പറയണതേ ഉള്ളൂ കീഴ്പോട്ടാണേ. വലിക്കണതും പറയണതൊക്കെ കീഴ്പോട്ടെന്നാണ്. പക്ഷെ വാല് മേപ്പട്ടേക്കാണ് പൊന്തുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വാലിങ്ങനെ മേപ്പട്ടേക്ക് പൊന്തി തുടങ്ങിയപ്പോൾ ആരാ അതിൻ്റെ ഇടയിൽ കള്ളപ്പണി എടുക്കണത്? കീഴ്പോട്ട്. ഇത് വലിക്കും തോറും മേപ്പട്ടേക്ക് പൊന്തുക. ഇതെങ്ങനെയുണ്ട് ചില സാധനം കേട്ടിട്ടില്ലേ? കീഴ്പോട്ട് വലിച്ചാൽ മേപ്പട്ട് പോകണതുണ്ടോ ചിലത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെയാണ് മേപ്പട്ടേക്ക് വലിക്കുക, അപ്പോൾ കീഴ്പോട്ടേക്ക് പോരും. അങ്ങനെ ഉണ്ടാവില്ല. എന്തായാലും നല്ലോണം വലിക്കുക. രാക്ഷസന്മാർ വലിച്ച് കുറേ അങ്ങോട്ട് കഴിയുമ്പോഴേ അങ്കദൻ ഈ വാലിങ്ങനെ പൊക്കി തുടങ്ങി. വാല് പൊക്കി നല്ല മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് തൻ്റെ മുഖത്തിൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയപ്പോൾ നല്ല ഭംഗി. തൻ്റെ വാലിന് ഇങ്ങനെ ഇത്ര ഭംഗിയുണ്ടെന്നുള്ളത് അങ്കദന് ഇപ്പോഴേ കാണുന്നുള്ളേ. വെച്ചാൽ വാലങ്ങോട്ട് നോക്കിയപ്പോൾ വാലൊന്നും കാണാനില്ല, ഒരു പഴക്കൊലയുടെ ഛായ. ഈ കാളാമുണ്ടൻ്റെ സ്ഥാനത്ത് അങ്കദൻ്റെ വാല്. പഴങ്ങളായിട്ട് ഈ രാക്ഷസന്മാരാണ്. നല്ല ഒക്കെ ഒന്നും ചെറിയ പഴമില്ല, ഒക്കെ നല്ല വലിയ പഴങ്ങളാണ്. അങ്ങനെ വാലിലിങ്ങനെ തൂങ്ങി കിടക്കണ്ട. നല്ല ഭംഗിയുണ്ടല്ലോ. എന്ത് ചെയ്തു? വേഗം അങ്കദൻ ആ വാലൊന്ന് കുടഞ്ഞപ്പോൾ നല്ലോണം മൂത്തതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് കൊഴിഞ്ഞു. അതങ്ങനെയാണ് ഈ പഴക്കൊലയൊക്കെ. ഒരു പഴക്കൊല അങ്ങോട്ട് എടുത്താൽ നല്ല പഴുത്തുണ്ട് വെച്ചാൽ ഒന്നങ്ങോട്ട് കുടയുമ്പോഴേക്കും അങ്ങോട്ട് വീഴും. എന്നാൽ അത്ര പഴുക്കാത്ത ഉണ്ടാവും. അങ്ങനെ പഴുക്കാത്തതാണ്. ഇതാ കുറച്ച് പച്ചയാണെങ്കിൽ എന്താ ചെയ്യുക? അത് പഴുപ്പിക്കണമെങ്കിൽ അടിച്ച് പഴുപ്പിക്കുകയെന്നാണ് പറയുക. ഞാൻ പരിചയമുള്ള ആളുകൾക്കറിയാം. ഒന്ന് അടിച്ച് പഴുപ്പിക്കും. അങ്കദന് അത് തന്നെയാണ് വിചാരിച്ചാൽ എന്നാൽ അങ്ങനെ ആവാം. എന്താ പിന്നെ അവസാനത്തെ ആഗ്രഹമല്ലേ? ഏതൊരാളുടെയും അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. എന്താ പറഞ്ഞത്? തലയ്ക്ക് മുകളിൽ ചുറ്റി. അപ്പോഴേക്കും കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. വീണ്ടും ആ രാക്ഷസന്മാർ പറഞ്ഞ പോലെ തന്നെ മതിലിൻ്റെ മുകളിലേക്ക് കൊട്ടത്തൊരു പ്രഹരം. അതോടുകൂടി ആ വാലിൻ്റെ മുകളിൽ പിടിച്ച രാക്ഷസന്മാരുടെ ഒക്കെ കഥ കഴിഞ്ഞു. അങ്ങനെ അനവധി സൈന്യങ്ങളുടെ കഥ കഴിച്ച് അങ്കദനെ അവിടുന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ പൗലസ്ത്യം പ്രദർശ. പൗലസ്ത്യനെ കണ്ടു, രാവണനെ കണ്ടു. ആ രാജധാനിയുടെ ഉള്ളിൽ കടന്ന അങ്കദൻ അങ്ങോട്ട് നോക്കിയപ്പോൾ രാവണനെ എങ്ങനെ കാണാറായി? എവിടെയാണ് ആ സമയത്ത് രാവണൻ ഇരിക്കണത്? പ്രാസാദമധ്യത്തിങ്കൽ സ്ഥിതനാണ്. എഴുന്നിലാമാടത്തിൻ്റെ മധ്യഭാഗത്ത് അവിടെ രാവണൻ അങ്ങനെ ഇരിക്കണത് അങ്കദൻ കണ്ടു. എന്താ ഈ മധ്യഭാഗത്ത് ഇരിക്കണ വെച്ചാൽ ആദ്യമൊക്കെ ആ ജനാലവാതുക്കലായിരുന്നതേ. അപ്പോഴാണ് ഈ സുഗ്രീവൻ്റെ ഉപദ്രവം
ചാടി വന്നൊരു പ്രഹരണ്ടായി ശിരസിലണിഞ്ഞിരുന്ന കിരീടം അപഹരിച്ചുകൊണ്ട് പോയി. അതിന് ശേഷമാണ് ജനാലവാതുക്കെന്ന് അങ്ങോട്ട് മാറിയിരുന്നത്. പക്ഷെ ഇനി അവിടെ ഇരുന്ന ഇനി വേറൊരുത്തം വന്ന് വല്ലതും കൊണ്ടുപോകണ്ട, കൊണ്ടുപോയാലും വിരോധമില്ല, ഈ പ്രഹരം വാങ്ങാണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് മാറിയിരിക്കുന്നത്. അവിടെ അങ്കദൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. ആണെന്ന മധ്യഭാഗത്ത് രാവണൻ അവിടെ ഇരിക്കണം. എവിടെ ഇരിക്കണതാ എന്നാണെങ്കിൽ രത്നഖചിതേ സിംഹാസനേ സുസ്ഥിതം. രത്നഖചിതമായിരിക്കുന്ന സിംഹാസനത്തിങ്കൽ സുസ്ഥിതനാണ് രാവണൻ. ആ രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള രാവണൻ സ്വർണ്ണ സിംഹാസനം, സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സിംഹാസനം, നല്ല ഇരിപ്പടം. രാവണൻ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, നല്ലൊരു കൂറ്റനാണേ. ആ രാവണൻ അതിൻ്റെ മുകളിൽ അവിടെ അങ്ങനെ ഇരിക്കണു എന്ന് മാത്രമല്ല, സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സിംഹാസനത്തിൽ രത്നങ്ങൾ അമർത്തി അത് അലങ്കരിച്ചിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു സിംഹാസനം. ഇരിക്കണ ആൾക്ക് പാകത്തിലുള്ള ഇരിപ്പടവും ഇരിപ്പടത്തിന് പാകമായിട്ടുള്ള ഇരിക്കണ ആളും. അങ്ങനെ രാവണൻ അവിടെ ഇരിക്കണത് എങ്ങനെയാ? സുസ്ഥിതം, സുഷ്ടുവാകും വണ്ണം സ്ഥിതനാണ്. ചന്നേരിഞ്ഞ് അമർന്ന കാലിൻ്റെ മുകളിൽ കാലും കയറ്റി ആരെയും കൂസാതെ കണ്ടുള്ള ഇരിപ്പുണ്ടല്ലോ. ചില ആളുകൾക്കൊക്കെ ഇരിക്കാൻ ഇഷ്ടമില്ല, കാണാറില്ലേ? നല്ല ഇരിപ്പടമൊക്കെ കിട്ടും, എന്നാലും അതിൻ്റെ മുകളിൽ കയറിയാൽ സാമാന്യം പോലെ ഇരിക്കാറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണോ ഇനി അതോ തൊട്ടിട്ടേ ഉള്ളോ, അങ്ങനെയൊക്കെ സംശയം തോന്നാറില്ല ചിലത്. അങ്ങനെയല്ല വേണ്ടത്. അവിടെ നേരിഞ്ഞ് അമർന്ന അവിടെ രാവണൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ബഹുമാനായി. ഇനി ഇരിപ്പൊക്കെ ഉള്ളൂ. ചില ആളുകൾ അങ്ങനെ ഈ കാഴ്ചയ്ക്കൊക്കെ കൂറ്റനാവും, ഇരിക്കണത് കണ്ടാൽ സംശയം ഉണ്ടാവില്ല. അടുത്ത ആളെ അന്വേഷിച്ചപ്പോഴാ ഒന്നുമില്ല, ഈ വലിപ്പമൊക്കെ ഉള്ളൂ, എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നോളും, അത്രേ ഉള്ളൂ അല്ലേ, വേറെ ഒരു ഗുണമില്ല. അങ്ങനെയാണോ രാവണൻ? പ്രചണ്ഡ ചരിതം, പ്രചണ്ഡമായിട്ടുള്ള ചരിതത്തോടു കൂടിയിട്ടുള്ള ഒരു രാവണൻ്റെ ചരിത്രം ഉണ്ടല്ലോ, അതിക്രൂരമാണ്. രാവണൻ്റെ ചരിത്രത്താൽ രാക്ഷസ ചക്രവർത്തിയായി തീർന്ന രാവണൻ എന്തൊക്കെ പരാക്രമങ്ങൾ കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ പ്രസിദ്ധ. കൈലാസം എടുത്ത് അമ്മാനാടിയിട്ടുണ്ട്, സ്വർഗം ജയിച്ചിട്ടുണ്ട്, അണ്ടകനെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് സാധിക്കാത്ത അത്ഭുതങ്ങളായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രചണ്ഡമായിരിക്കുന്ന ചരിതത്തോടു കൂടിയിട്ടുള്ള ആ രാവണനെ അങ്കദൻ കണ്ടു. അങ്ങനെ കണ്ടതിൻ്റെ ശേഷം ആ അങ്കദൻ രാവണൻ്റെ അടുത്തേക്ക് അവിടെ അങ്ങോട്ട് ചെന്നു. ഇങ്ങനെ രാമദൂതനായിട്ടുള്ള അങ്കദൻ രാവണ സമീപത്തെ പ്രാപിച്ച് ശ്രീരാമചന്ദ്രൻ പറഞ്ഞയച്ചിട്ടുള്ള വാക്കുകളെ അറിയിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി രാവണ സമീപത്തിങ്കിലേക്ക് എത്തിയത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ.